അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലും അതുപോലെ തന്നെ അടിപൊളി ഫേസ് വാഷ് ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ ശംഖുപുഷ്പം നോക്കിയത് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഞാനിവിടെ കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അടിപൊളി ഒരു ഫേസ് വാഷും ജെല്ലും ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ സ്കിന്നിൻ്റെ തിളക്കം നിലനിർത്താനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം പൂവിട്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ പ്രായമാകുമ്പോൾ ഒന്ന് ചർമ്മം തൂങ്ങില്ലേ, അപ്പോൾ അതൊക്കെ തടയാനായിട്ട്, അതായത് ടൈറ്റ്നെസ് നിലനിർത്താനായിട്ട് ശംഖുപുഷ്പം വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ മുഖക്കുരു വന്ന പാടുകൾ മാറ്റാനും ഒക്കെ തന്നെ ഒരുപാട് ഗുണമുള്ളതാണ് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പം. ഇത് നമ്മൾ ഉണക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കണ്ടോ സ്റ്റെറിലൈസ്ഡ് നമ്മൾ ഡെയം വാട്ടറിൽ നമ്മളിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ ആ നീരൊക്കെ നന്നായിട്ട് നമ്മുടെ ഈ ഒരു സത്ത് അതിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഊറ്റിയെടുക്കുമ്പോൾ കണ്ടോ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഫേസ് വാഷ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിൽ തന്നെ യാതൊരു കളറും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ നമ്മൾ പലതും വാങ്ങുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചേർക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല അല്ലേ. ഇത് നിങ്ങൾ കണ്ടോ ഡയറക്റ്റായിട്ട് ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എന്താണ് നമുക്ക് ഇതിലൊക്കെ ചേർക്കുന്നത്. നമ്മൾ ഫേസ് വാഷിൻ്റെ ബേസാണ് ചേർക്കുന്നത്. അത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള പാരബൻ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷിൻ്റെ ബേസാണ്. അതുപോലെ തന്നെ നമ്മുടെ അലോവേരയുടെ കണ്ടോ ഇത് എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ ഈ ഒഴിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിറ്റാമിൻ ഇ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലിസറിൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫേസ് വാഷിൽ ചേർക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് യാതൊരു കെമിക്കലും ഇല്ലാതെ തന്നെ നമുക്ക് ഫേസ് വാഷ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. മൈന്യൂട്ടായിട്ട് അത്രയും ചെറുതായിട്ടുള്ളൊരു സംഭവത്തിലാണ് നമ്മൾ ഈ ഒരു സ്മെല്ല് കൊടുക്കുന്നത്. ശംഖുപുഷ്പത്തിൻ്റെ തന്നെ ചെറിയൊരു സ്മെല്ല് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഓവറായിട്ടുള്ള ഒരു സ്മെല്ലും ഇതിൽ കൊടുത്തിട്ടില്ല. കണ്ടോ ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളൊരു കണ്ടോ ഈ ഒരു പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫോയിൽ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് ഒന്നിങ്ങനെ ടൈറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ രാവിലെ നമ്മളിത് എടുക്കുള്ളൂ. ഇപ്പോൾ വൈകുന്നേരത്താണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതൊക്കെ പോവാനായിട്ട് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ നമ്മൾ രാവിലെ മാത്രമേ നമ്മളിത് ബോട്ടിൽസിലേക്ക് ആക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ കേട്ടോ. കുറച്ച് നേരം നമുക്കിത് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഞാനിത് എടുത്ത് നോക്കുമ്പോൾ നോക്കിയേ അപ്പോൾ അതൊക്കെ മാറ്റി നല്ല അടിപൊളി നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ഫേസ് വാഷ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഈ ഒരു പാകത്തിൽ ഇനി ഞാൻ ഒന്ന് തുറന്ന് നോക്കാം. തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ എത്രമാത്രം അത് ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് കണ്ടോ. അപ്പോൾ അതൊക്കെ വറ്റി നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ നമ്മുടെ ബോട്ടിൽസിലോട്ട് ആക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോ ബോട്ടിലോട്ടും നമുക്കിത് കുറേശ്ശെയായിട്ട് ആക്കിയിട്ട് നമുക്ക് മാറ്റാം. ആദ്യം നമ്മുടെ ഈ ഒരു ജാറിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടിയിട്ട് കേട്ടോ. അപ്പം ഇതൊന്നാണ് നമ്മളെ ബോട്ടിൽസിലോട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഒരുപാട് അത്യാവശ്യം ഫേസ് വാഷ് നമുക്ക് നല്ല വില കൂടിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു തരി പോലും കളയാനായിട്ട് പറ്റില്ല. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കണ്ടു ഈ ഒരു ബോട്ടിൽസിലോട്ടൊക്കെ ആക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് വാഷ് വേണ്ടവർ നമുക്ക് ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റിലായിട്ടും കൊറിയറായിട്ടും ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസ് വാഷിൻ്റെ സ്റ്റിക്കർ ഇതാ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടോ എല്ലാം തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ബോട്ടിൽസോട്ടും നമുക്ക് ഒന്ന് ഒട്ടിക്കേ വേണ്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഓരോ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അതായത് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഒരുപോലെ എല്ലാ സ്കിൻ ടൈപ്പ്സുകാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾക്കടക്കം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതെന്നാണ്. കാരണം അത് നമുക്ക് ഒട്ടും കെമിക്കലില്ലാതെ അത്രയും നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് അത്രയും ഒരു ഗ്യാരണ്ടി നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊരു വലിയ കാര്യമല്ലേ. അപ്പോൾ ഇതെന്നല്ല ഏത് പ്രൊഡക്റ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളിലുള്ള വിശ്വാസമാണ് ആളുകൾക്ക് ഓരോരുത്തർക്കും മാറിയിട്ട് ഇന്ന പ്രൊഡക്റ്റ് നല്ലതാണ് അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് യാതൊരു കെമിക്കലും ഇല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഒരാൾ മറ്റൊരാളിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും വിജയം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ പുതിയൊരാളെ കണ്ടെത്തിയിട്ട് നമ്മൾ അത് വാങ്ങിപ്പിക്കുക എന്നുള്ളതല്ല ഒരു എന്താ പറയുക നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നീങ്ങുന്നുണ്ട്. അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ ഒരു ഗുണങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ടില്ല. കാരണം ഇപ്പോൾ ഏറ്റവും അധികം ട്രെൻഡിങ് ആയിരിക്കുന്നതാണ് നമ്മുടെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ബ്ലൂ ടീ അടക്കം. അതുപോലെ തന്നെ നമ്മുടെ സോപ്പും ഇവിടെ സെറ്റാണ്. തൊട്ടപ്പുറത്ത് കാണുന്ന മഞ്ചിഷ്ട സോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ബ്ലൂ കളറിലുള്ള സോപ്പാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പ്. അപ്പോൾ ഇതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുത്തും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ ഈ സോപ്പിൻ്റെ മുകളിൽ. അത് ശംഖുപുഷ്പത്തിൻ്റെ ഇതളുകളാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. അപ്പോൾ ഇതാണ് ഒറിജിനലായിട്ട് നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പ സോപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഓർഗാനിക് സോപ്പ് കേട്ടോ.